ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നതാ ഞാൻ ഇതുപോലെ ഒരു വെള്ളരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളരിക്ക കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ടൊന്ന്, ഒരുപാട് ചെറുതായിട്ടല്ല, ഒരുവിധം ചെറിയ പീസായിട്ടൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുക. അപ്പോൾ നല്ല കിടുക്കാച്ചി ഒരു കറിയാണ് കേട്ടോ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറി. അപ്പോൾ ഇത് നാടൻ കറിയാണെന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല, സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് ഈ വെള്ളരിക്ക മൊത്തവും മുറിച്ചെടുക്കണം. ഇതുപോലെ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്തതിന് ശേഷം ഒരു മൺചട്ടിക്കകത്ത് നമുക്കിതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 3-4 പച്ചമുളകും കൂടെ എടുക്കുക. അത് എരിവിനനുസരിച്ച് എടുക്കുക. ഈ മുളകിന് വലിയ എരിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ 4-5 എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നെടുകനെ കീറി ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ അതിലേക്ക് വേണ്ടത് 2 തക്കാളിപ്പഴം, നല്ല പഴുത്ത തക്കാളി നോക്കി 2-3 എടുക്കാം. ഈ തക്കാളിക്ക് വലിയ പുളിയില്ലല്ലോ, അപ്പോൾ അതും കൂടെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി 2 കൂടെ അരിഞ്ഞിട്ടതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് ആദ്യം കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് കറി ലീഫും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനൊക്കെ വെള്ളം ഒഴിച്ച് നമുക്കിത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം. വെന്ത് ഉടയണ്ട, എന്നാൽ വെള്ളരി നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യണം. വെള്ളരിക്ക അതിനനുസരിച്ച് വേവിക്കുക. അപ്പോൾ ആദ്യമേ തീ കൂട്ടി വെച്ചാൽ വെള്ളം വറ്റിപ്പോവും, ഇത് വേഗത്തില്ല. അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനത് അടുപ്പത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെള്ളരിയും തക്കാളിയും നമ്മൾ വെച്ചതെല്ലാം നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അടച്ചു വെച്ച് തന്നെ നമുക്കത് വേവിച്ചെടുക്കാം. അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കതിനായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു ജാറെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. നല്ല ജീരകം പൊടിച്ചതാണ്, പൊടിച്ചാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതും ഏകദേശം ഒരു 1/2 ടീസ്പൂണ്, എൻ്റെ കയ്യിലുള്ള ഈ സ്പൂൺ ഞാൻ നേരത്തെ പറയും ഇത് കുഞ്ഞ സ്പൂണാണ്, അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നത് കേട്ടോ 2 പ്രാവശ്യമൊക്കെ. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ വെള്ളരിക്ക വെച്ചതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതനുസരിച്ച് മഞ്ഞൾ ചേർക്കുക. എന്നിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളരിക്കയൊക്കെ ഇതുപോലെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. എത്രയാണോ നമുക്ക് വേണ്ടത് അതിന്. ഒരുപാട് വെള്ളമായിട്ട് വെച്ചാൽ കൊള്ളത്തില്ല. അപ്പോൾ ഇച്ചിരി ഒന്ന് തിക്കായിട്ട് തന്നെ വെക്കുക. അപ്പോൾ ഒത്തിരി വെള്ളമായി പോകരുത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം നല്ല ഇച്ചിരി ഏറെ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് നമുക്കിത് തിളയ്ക്കേണ്ട, നല്ലപോലെ ചൂടായി ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം വെള്ളരിക്കയ്ക്ക് മാത്രമുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് ഈ സമയം ബാക്കി അരപ്പിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല കറിയാണ്, അടിപൊളി കറിയാണ് കേട്ടോ. ഇതിൻ്റെ താളിപ്പും എല്ലാം കൂടെ കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ മണത്തിന് തന്നെ കൊടുക്കണം കാശ്, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ, കമൻ്റായിട്ട് അറിയിക്കുക. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിളച്ച് പോകരുത്, ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഞാൻ ഒരു ചെറിയ ബൗൾ നിറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയുള്ള തൈരല്ല കേട്ടോ. അപ്പോൾ അത് നമ്മളിത് മോര് കാച്ചുന്നതെന്ന് വിചാരിക്കരുത്, അല്ലാതെ ഇച്ചിരി തൈര് നമ്മൾ ഇതിന് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി, തിളയ്ക്കരുത്, തിളയ്ക്കുന്ന മുമ്പ് നമുക്കിത് വാങ്ങി വയ്ക്കാം.
അപ്പോൾ നല്ല ടേസ്റ്റ്. ഇതിനൊരു താളിപ്പും കൂടെ ഇനി നമ്മൾ ചേർക്കും. അതും കൂടെ ആകുമ്പോൾ നമ്മുടെ കറി ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി നമുക്ക് ഈ കറി വാങ്ങി വെച്ചതിന് ശേഷം നമുക്കതിന് താളിപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 3 ചുമന്നുള്ളി അരിഞ്ഞത് മതിയാവും. ഏറെ ഇട്ട് കൊടുത്താൽ ഏറെ നല്ലതാണ്. 3 4 ഒക്കെ എടുക്കാം. 4 5 വേണമെന്നുള്ളവർക്ക് അതും എടുക്കാം. ചെറുതായിട്ട് ഒരുപാട് കരിഞ്ഞു പോരുത്. ഒന്ന് ഇതുപോലെ അതിൻ്റെ കളനിറം എല്ലാം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു 3 വറ്റൽമുളകും 2 തണ്ട് കറി ലീഫും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം അടുപ്പ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇരുമ്പാണ്, അതുകൊണ്ട് ചൂട് ഒത്തിരി സമയം നിൽക്കും. അപ്പം നമ്മൾ ഒത്തിരി സമയം ഇങ്ങനെ വെച്ചാൽ കരിഞ്ഞു പോകും. അപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരിയും മറ്റേ മുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഒന്ന് ആ എണ്ണയ്ക്കകത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ച് വെച്ച് തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വീണ്ടും ഞാൻ എടുത്തെടുത്ത് അതുകൊണ്ടാണ് പറയുന്നത്. എന്തൊരു സാധനമായാലും കരിഞ്ഞു പോയാൽ പിന്നെ അത് കൊള്ളത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇതാ ആ മുളകിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പതിവ് പോലെ തന്നെ കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, അതിൻ്റെ കളറുണ്ടോ? നല്ല രസമല്ലേ കാണാൻ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കാം. ഇപ്പം കറി നല്ല കുറുകിയായിരിക്കുന്ന കേട്ടോ. അപ്പം ഇത് മാത്രം മതി നമുക്ക് ഉണ്ണാൻ. വേറെ ഒരു കറിയും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റുള്ള നമ്മുടെ നാടൻ വെള്ളരിക്ക ഒഴിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.